അതുകൊണ്ട് നിങ്ങൾ അകന്നു നിൽക്കരുത്, ഇന്ന് രാത്രി അടുത്തു വാ. രണ്ട്, അടുത്തു വരാൻ പറയാൻ കാരണം, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അകന്നു നിൽക്കരുത്, ഇന്ന് രാത്രി അടുത്തു വാ. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തു പക്ഷപാതം ചെയ്യാം. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്കും അറിയാം പക്ഷപാതം എന്ന് പറഞ്ഞാൽ, ഉറക്കെ പറ, എന്തോ അമ്മേ പക്ഷപാതം എന്ന് പറഞ്ഞ? പക്ഷപാതം അതാ പക്ഷവാദം. വാദം പലതുണ്ട്: ചുടുവാദം, വെട്ടുവാദം, പിള്ളവാദം, ആമവാദം, രക്തവാദം. അത് വാദം. പക്ഷപാതം ഉറക്കെ പറ, ഉറക്കെ പറയാൻ. നടുക്കോ ഇടയ്ക്കോ എവിടെയും ആയിക്കോട്ടെ, പക്ഷപാതം എന്ന് പറഞ്ഞാൽ അതാ. നമ്മളൊരു പഴയ പാട്ട് പാടുകയല്ലേ, ദാതൻ സന്നിന്റെ പക്ഷപാതം ചെയ്യുന്ന ജീവനാഥ, പക്ഷപാതം ചെയ്യുന്ന ജീവനാഥ. ശ്രദ്ധിക്കുക, യേശുക്രിസ്തു പക്ഷപാതം ചെയ്യുന്നു. എന്തുവാ ഈ പക്ഷപാതം? ഒറ്റവാക്കി പറയാം, പക്ഷം പിടിച്ചു വാദിക്കുന്നു. ആരുടെ പക്ഷം? നമ്മുടെ പക്ഷം. ആര് വാദിക്കുന്നു? കർത്താവ്. യേശുക്രിസ്തു എവിടെ വാദിക്കുന്നു? പിതാവിന്റെ. എവിടെ? പിതാവിന്റെ സന്നിധി, സ്വർഗത്തിൽ. അങ്ങനെയൊക്കെ പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. ശ്രദ്ധിക്കണേ, ഓടിച്ചു നിർത്താം. യേശുക്രിസ്തു പക്ഷപാതം ചെയ്യുന്നുണ്ട്. ഇവരെ അടുത്തോട്ട് വിളിക്കുകയല്ലേ, അകലം നിൽക്കാതെ അടുത്തു വാ. അടുത്ത് വരാൻ ചൂണ്ടിക്കാണിക്കുക. ഒന്ന്, ഒരു പുതിയ വഴി ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ അകന്ന് നിൽക്കരുത്, ഇന്ന് രാത്രി അടുത്ത് വരണം. രണ്ട്, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുണ്ട് ഒരുവൻ. പക്ഷപാതം എന്ന് പറഞ്ഞാൽ പക്ഷം പിടിച്ച് വാദിക്കുന്നു. ആരുടെ പക്ഷം? നമ്മുടെ പക്ഷം. ആര് വാദിക്കുന്നു? യേശുക്രിസ്തു. എവിടെ വാദിക്കുന്നു? സ്വർഗത്തിൽ. അതെന്തിനാ സ്വർഗത്തിൽ നമ്മുടെ പക്ഷം പിടിച്ച് ക്രിസ്തു വാദിക്കുന്നതെന്ന് കൊല്ലാട്ടുകാർ പറഞ്ഞയച്ച് ഒക്കുന്നില്ലെങ്കിൽ ഓവറക്കാര് പറയും, അല്ലേ വെട്ടിയാറുകാര്? അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ട് ഇയാൾ പ്രസംഗിച്ചിനെയും തെളിയുമെന്നും. യേശുക്രിസ്തു പക്ഷപാതം ചെയ്യുന്നു. പക്ഷപാതം എന്ന് പറഞ്ഞാൽ പക്ഷം പിടിച്ചു വാദിക്കുന്നു. ആരുടെ പക്ഷം? നമ്മുടെ പക്ഷം. ആര് വാദിക്കുന്നു? യേശുക്രിസ്തു. എവിടെ വാദിക്കുന്നു? സ്വർഗത്തിൽ. അതെന്തിനാ സ്വർഗത്തിൽ നമ്മുടെ പക്ഷം പിടിച്ച് യേശു വാദിക്കുന്നത്? വിളിക്കുമ്പോ വേറെ ജോലിയൊന്നുമില്ലല്ലോ വാദിച്ചോണ്ട്. യേശുക്രിസ്തു സ്വർഗത്തിൽ പക്ഷപാതം ചെയ്യുന്നത്, പക്ഷം പിടിച്ച് വാദിക്കുന്നത്, നമ്മുടെ പക്ഷം പിടിച്ച് വാദിക്കുക. അതെന്തിനാന്ന് ചോദിച്ചാൽ, എനിക്ക് നിങ്ങൾക്ക് എതിരെ വാദിക്കുന്ന ഒരുത്തനുണ്ട് അവിടെ. അത് മറ്റാരുമല്ല, എതിരാളിയാകുന്ന പിശാച്. അവനെപ്പറ്റി കൊടുത്തിരിക്കുന്ന പ്രയോഗം അപവാദി. രാപകൽ തന്റെ വിശുദ്ധന്മാരെ പറ്റി അപവാദം പറയും. സഭയിലിരിക്കുന്ന പാസ്റ്ററെ പറ്റി അപവാദം പറയും. ഡിസ്ട്രിക്ട് പാസ്റ്ററോട് ചെന്ന് അപവാദം പറയും. അത് കഴിഞ്ഞ് ഓവർസിയോട് ചെന്ന് അപവാദം. അതിന് തന്നെ മെനക്കെട്ട് നടക്കുന്ന ചില മെനകേടുകളുണ്ട്. അതിനായിട്ട് തന്നെ ഇവനങ്ങ് അവൻ്റെ ഒരു പന്ന പോണുമുണ്ട്. സ്തോത്രം. അപവാദമാണ് പറയാൻ. സ്തോത്രം. നാട്ടുകാരോട് അവരോട് എല്ലാം അപവാദം പറഞ്ഞില്ല. അപ്പൊ എനിക്ക് നിങ്ങൾക്കുമെതിരെ അപവാദം പറയുന്ന അപവാദി ഉണ്ട് അവിടെ. അങ്ങനെ അപവാദിയാകുന്ന പിശാച് എനിക്ക് നിങ്ങൾക്കുമെതിരെ അപവാദം പറയുമ്പോൾ യേശുക്രിസ്തു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യും. ഞാനൊരു ഉദാഹരണം അങ്ങ് പറയാം. ഉദാഹരണം പറയട്ടെ? പറഞ്ഞു വെച്ച് നമുക്ക് പോകാം. സ്തോത്രം. ഉദാഹരണം പറയാം. ആരെയാ ഒന്ന് ഉദാഹരണത്തിന് എടുക്കുന്നെന്നാ ഞാനും ഒന്ന് ഇങ്ങനെ ചിന്തിക്കുന്നത്. അമ്മാമ്മയുടെ പേരെന്നാ? കുഞ്ഞമ്മ. എവിടാ വീട്? എല്ലാം കൊല്ലാടാ. വീട്ടുപേര് ഉറക്കപ്പ. തോപ്പിൽ. ഞാൻ ഉദാഹരണമാണ്, നിങ്ങൾ ഉടക്കുണ്ടാക്കരുത്. തോപ്പിൽ കുഞ്ഞമ്മ. ഈ അപമാനം പറയുന്ന കാര്യം ഉദാഹരണമായി പറയുന്നത്,
അപമാനിയാകുന്ന പിശാച് സ്വർഗത്തിൽ ചെന്നു. ഇപ്പോഴും ചെല്ല. കാരണം വെളിപ്പാട് പുസ്തകത്തിൽ ആ ഒടുവിൽ ഇവനെ വെട്ടി താഴോട്ടിടുന്നു. അതുവരെ ഇപ്പം പോകുകയും വരിക, യോബിന്റെ വിഷയത്തിൽ പോകുകയും വരികയും ചെയ്തു. എന്താ കുഞ്ഞമ്മ ഇങ്ങോട്ട് നോക്കും. ഓ, ഞാൻ അപമാനം പറയുന്ന കാര്യമല്ല, വ്യായി പറയുന്ന കാര്യമായി പറയുന്നത്. അപ്പൊ ഈ അപമാനം പറയുന്നത് ഉദാഹരണമാണ് കേട്ടോ, ഉടക്കുണ്ടാക്കാനല്ല. പിശാച് അവിടെ ചെന്ന്, സ്വർഗത്തിൽ സദസ്സും സഭയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ പിശാച് എന്ന് പറയുക, അവിടെ തോപ്പിക്കുഞ്ഞമ്മ രാവിലെ ഒരു കൂടിന്റെ കുടുംബിക്ക് പിടിച്ചുകൊണ്ട് ഇറങ്ങി പോകുന്ന കാണാം. എവിടാന്നോ? സന്ധ്യ ആകുമ്പം വരുന്ന കാണാം. ഓട്ടോയിലാണ് വരുന്നത്. കൂടെ 1-2 പേര് ഉണ്ട്. എവിടെ പോകുന്നതാണ്? എന്നിട്ട് ഞാൻ ആരാണ്ട് കൊണ്ട് കാറയിൽ ഇറക്കി വിടുന്നേ കണ്ടു. ആ ദ്വയാർത്ഥ പ്രയോഗത്തിൽ സാത്താൻ അപവാദം പറയും. അന്നേരം തോപ്പിക്കുഞ്ഞമ്മ ഉദാഹരണമാണ്. തോപ്പിക്കുഞ്ഞമ്മയ്ക്ക് വേണ്ടി യേശു എഴുന്നേറ്റ് പറയും, ഏതാ കൊല്ലാട്ട തോപ്പിലെ കുഞ്ഞമ്മയാണോ? ആ, കുഞ്ഞമ്മ യോഗത്തിന് പോയതാ. ഞാനും യോഗത്തിനുണ്ടായിരുന്നു. അന്ന് യോഗത്തിന് പ്രസംഗിച്ചത് അനീഷ് കാവാല വരുന്ന പുള്ളിയാ. ഇച്ചിരി വിവരക്കേടൊക്കെ ആണെങ്കിലും 10 മണിക്കാണ് നിർത്തിയത്. ഇപ്പൊ എത്രയായി സമയം? 9:30 ആയതേ ഉള്ളൂ. 10-നാ പുള്ളി 10-നാ യോഗം നിർത്തിയത്. 10-ന് യോഗം നിർത്തിയേച്ച് കുഞ്ഞമ്മേനെ സഭയിലെ 2 സഹോദരിമാരും ഒരു സഹോദരനും കൂടെ ചേർന്ന് ആ കാറെല്ലാം അങ്ങോട്ട് ഇറക്കിയതാണ്. യേശു ക്രിസ്തു പക്ഷം പിടിച്ച് വാദിക്കും. അപ്പം മനസ്സിലായോ പക്ഷപാതം? അപ്പൊ എനിക്കും നിങ്ങൾക്കുമെതിരെ അപമാനിയാകുന്ന പിശാച് അപമാനം പറയുമ്പോൾ നീ വിശ്വസ്തയോടെ വിശുദ്ധിയോടെ പ്രമാണത്തോടെ നിൽക്കുന്നെങ്കിൽ നിനക്ക് വേണ്ടി അവിടുന്ന് പക്ഷപാതം ചെയ്യും. അതുകൊണ്ട് പറയുക, നിങ്ങൾ അകന്നു നിൽക്കരുത്. ഇന്ന് രാത്രി അടുത്തു വാ. ഒന്ന്, യേശു ക്രിസ്തു തന്റെ ദേഹമെന്ന തിരശീല ചിന്തി ഒരു നല്ല പുത്തൻ വഴി ഒരുക്കി വെച്ചിട്ടുണ്ട്. അകന്നു നിൽക്കാതെ ഇന്ന് രാത്രി അടുത്തു വാ. 2, നിങ്ങൾ എന്നെ അങ്ങോട്ട് അവിടെ കിടന്ന് പുറകെ കിടന്ന് നോക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ട് എന്നെ അവിടെ എന്നെ അവിടെ വല്ല വിഷയമുണ്ടോ? ഇയോടി ഞാനിതിനും വല്ല വിഷയമാണ്. സ്തോത്രം. അപ്പൊ എനിക്ക് നിങ്ങൾക്കുമെതിരെ യേശു പക്ഷപാതം ചെയ്യുന്നുണ്ട്. ഒന്ന്, ഒരു പുത്തൻ വഴി ഒരുക്കിയിട്ടുണ്ട്. ധൈര്യത്തോടെ അടുത്തു വാ. 2, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്. 3, അവിടുത്തെ പരിശുദ്ധ രക്തം വ്യാപരിച്ചുകൊണ്ടിരിക്കുക, സകല പാപങ്ങളും പരിഹരിക്കുന്ന, സകല അകൃത്യങ്ങളും പരിഹരിക്കുന്ന അവിടുത്തെ പുണ്യാക രക്തം. ഈ രക്തത്തിന്റെ വിശേഷത നിർമ്മല രക്തമാ. ഇത് പുണ്യാക രക്തമാ. ഇത് പാപം മോചിക്കുന്ന രക്തമാ. ഇത് രോഗം സൗഖ്യമാക്കുന്ന രക്തമാ. ഇത് വിലയേറിയ രക്തമാ. ഇത് സൗഖ്യം തരുന്ന രക്തമാ. ഈ രക്തം ഇന്ന് രാത്രിയും ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നിന്നെ പാപം ശുദ്ധീകരിക്കും. കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവർത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ നേർച്ച കൊണ്ടോ കാഴ്ച കൊണ്ടോ ആചാരം കൊണ്ടോ അനുഷ്ഠാനം കൊണ്ടോ തീർത്ഥയാത്ര കൊണ്ടോ തീർത്ഥാടനം കൊണ്ടോ പാപങ്ങൾ പരിഹരിക്കത്തില്ലെന്ന് ഈ പുസ്തകം പഠിപ്പിക്കുന്നു. അത് അങ്ങനെ തന്നെ. പാപം പരിഹരിക്കുന്നത് യേശുവിന്റെ പരിശുദ്ധ രക്തത്താലാണ്. ഇന്ന് രാത്രി ഈ പരിശുദ്ധ രക്തം വ്യാപരിക്കുന്നത് കൊണ്ട് നീ അകന്നു നിൽക്കാതെ ഇന്ന് രാത്രി അടുത്തു വാ. പ്രൈസ് ദി ലോർഡ്. 3 കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാ പൗലോസ് പറഞ്ഞ അടുത്തോട്ട് വരാൻ. 1, ഒരു പുത്തൻ വഴി ഒരുക്കിയിട്ടുണ്ട്. 2, അവിടുന്ന് പക്ഷപാതം ചെയ്യുന്നു. 3, പരിശുദ്ധ രക്തം വ്യാപരിക്കുക. അടുത്തു വരാൻ. അതുകൊണ്ട് ഞാൻ കൊല്ലാട്ട വിശ്വാസികളോട് പറയാം, ഈ സഭയോട് കൂറു പുലർത്തി നിന്നോണം. ഇവിടെ കൂടി നിൽക്കുന്ന ദൈവമക്കൾ ദൈവസഭയോട് കൂറു പുലർത്തി വിശ്വസ്തരും വിശുദ്ധരുമായി ദൈവത്തെ സേവിക്കണം. നീ അകന്നു നിൽക്കരുത്. ഇന്ന് രാത്രി അടുത്തു വാ. അപ്പൊ ഈ അടുത്തു വരാൻ ഇവരെ ആഹ്വാനം കൊടുക്കുമ്പോൾ അടുത്തു വാന്ന് പറയുമ്പോൾ ഓടി വരുന്നതല്ല. പക്ഷേ പൗലോസ് പറഞ്ഞത് ഇനി അകന്നു പോകാൻ കാരണമുണ്ട്. അകന്നു പോകാൻ കാരണം 2 കാരണം അവിടെ കൊടുക്കുന്നു. 1, ദുർമനസാക്ഷി. അങ്ങനല്ലേ പാസ്റ്റർ? ഒന്നുകൂടെ വാക്യം വായിച്ച ദുർമനസാക്ഷി.
അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹമെന്ന തിരശ്ശീൽ കൂടി നമുക്ക് ഉപദേശിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാവിരോധം നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാർ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോട് അടുത്ത് ചെല്ലുക. അപ്പൊ ശ്രദ്ധിക്കുക, ഒന്ന് ദുർമനസാക്ഷി, രണ്ട് പരമാർത്ഥ ഹൃദയം നഷ്ടപ്പെട്ടു. ഈ രണ്ട് കാരണത്താലായി ഇവർ അകന്നു പോയത്. ഒന്ന് പരമാർത്ഥ ഹൃദയമില്ല, ഒരു നല്ല ഹൃദയം ഇല്ല, മുഴുവൻ കുരുക്ക. സഭായത്തിന് ഇരിക്കുമ്പോൾ ഇരുന്ന് കുരുക്കി ചിന്തിക്കുക. ഒരു നല്ല ഹൃദയമല്ല. അത് നിങ്ങളുടെയും കുഴപ്പമല്ല, ഹൃദയം കർത്താവിന് കൊടുത്തേക്കില്ലേ. ചെലുപടത്തില് ഞാൻ 75 എൻ്റെ ഹൃദയം കർത്താവിന് കൊടുത്തു. അവന് ഹൃദയമില്ല. ഒരു നല്ല ഹൃദയം വേണം. പുസ്തകം പഠിപ്പിക്കുന്നത് ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാകുന്നു നിശ്ചയം. അതാ അതിന്റെ പ്രമാണം. യേശു കർത്താവ് പഠിപ്പിച്ചതും അങ്ങനെ. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവരാ ദൈവത്തെ കാണുന്നത്. അപ്പോൾ ഒരു നല്ല ഹൃദയം വേണം. ഇവർ അകന്നു പോകാൻ കാര്യം ശുദ്ധ ഹൃദയമില്ല, ദുർമനസാക്ഷി. നല്ല മനസാക്ഷിക്ക് നിരക്കാത്തതല്ലേ ചെയ്യുന്നത്. സഹോദരന്റെ അതിരുമാന്തി മനസാക്ഷിക്ക് നിരക്കുന്നതാണോ? പറ. ഇല്ല. സ്വന്തം സഹോദരനെ നീ തല്ലി, മനസാക്ഷിക്ക് നിന്റെ അനിയനല്ലേ, നിനക്ക് അപ്പന്റെ സ്ഥാനമല്ലേ, നീ അവന്റെ കൊങ്ങായിക്ക് പിടിച്ച് തത്തിച്ചോണ്ട് കൊല്ലാട് വഴി പറ. നിന്റെ സ്വന്തം സഹോദരനോട് നീ മിണ്ടുന്നില്ല, അവൻ IPC, നീ അർച്ചക്കോടിലും. വഴി വെച്ച് കണ്ടാൽ പോലും ഇന്നാളെ മീൻ മേടിക്കാൻ ചെന്നപ്പോൾ അവൻ നിൽക്കുന്ന, എന്നാൽ ഇന്ന് ഞാൻ മീൻ മേടിക്കുന്നില്ല, അവൻ നിൽക്കുന്നതുകൊണ്ട്. നല്ല മനസാക്ഷിയല്ലല്ലോ. മനസ്സിലാകുന്നുണ്ടോ? സ്വന്തം പെറ്റതള്ളക്ക് വെള്ളം കൊടുക്കുന്നില്ലല്ലോ, മനസാക്ഷി ശരിയല്ല. സ്വന്തം പെറ്റതള്ള അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം പോലും കൊടുക്കുന്നില്ല. പ്രായമുള്ള അമ്മയുടെ ചട്ടയോ മുണ്ടോ തുണിയോ ഒന്ന് കഴുകി കൊടുക്കുന്നില്ലല്ലോ. തള്ള അത്ര പൊരിഞ്ഞ മോളാ, വേണ്ട എന്നെ അങ്ങനെ എൻ്റെ ഒന്നും കഴുകൊന്നും വേണ്ട, എനിക്ക് എന്നാ കൊച്ചുങ്ങളിലോട്ട് കൊടുക്കണ്ടേ, കൊച്ചുങ്ങളിൽ കഴുകണ്ടേ. എന്നെ നിങ്ങളെല്ലാം തമ്പിച്ചിരിക്കുന്നേ. നല്ല മനസാക്ഷി വേണമെന്ന്. സ്തോത്രം. ഒരു ഭിക്ഷക്കാരൻ ഉച്ച സമയത്ത് വന്ന് അകത്ത് കയറ്റേണ്ട സാഹചര്യമൊക്കെ ഇപ്പൊ നമുക്കറിയാം. അവന് വിശന്നാണെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടെങ്കിൽ കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്നവരുണ്ട്, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. സ്തോത്രം. കൂടെ ആരാധിക്കുന്നവന് കയറി കിടക്കാൻ ഇടമില്ല, 1 സെന്റ് ഭൂമിയില്ല. നീ സഭയെ കൂടുന്ന ആളാ, നിനക്ക് 5 ഏക്കർ വസ്തുണ്ട്, 5 സെന്റ് അവന് കൊടുക്കണ്ടേ? വേണ്ടേ? നിങ്ങൾ എന്തേലും പറ, നമുക്ക് പോകേണ്ടതല്ലേ. കൊടുക്കുമെങ്കിൽ കൊടുക്കുമെന്ന് പറ, ഇല്ലെന്ന് പറ, നമുക്ക് എന്തായാലും പോകണം. നല്ലൊരു മനസാക്ഷി വേണ്ടേ? നിനക്ക് 30 സാരി ഉണ്ടല്ലോ, നിന്റെ കൂടെ ആരാധിക്കുന്ന സഹോദരിക്ക് നല്ല സാരി ഇല്ല, 2 എടുത്ത് അവർക്ക് കൊടുക്കേ. പഴകിയതും പൊടിഞ്ഞതും തട്ടിക്കീറിയതും കൊടുക്കരുത്. മനസ്സിലാകുന്നുണ്ട്? മേരി ഇത് തട്ടിക്കീറിയെന്നേ ഉള്ളൂ, എന്നാലും തുന്നിയാൽ മതി. കൊടുത്തോണ്ട് കുറച്ച് നാളൊക്കെ എന്നെ. നല്ല മനസാക്ഷി വേണ്ടേ? പറ. ഞാൻ എപ്പോഴും പ്രസംഗിക്കുന്നിടത്തല്ലേ ഇപ്പൊ പറയാം. നിന്റെ വീട്ടിൽ നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി, അപ്പുറം ഒരു പ്രായമുള്ള അമ്മയും 2 പിള്ളേരും അപ്പുറം ഉണ്ട്, മണമടിക്കും. അടുത്തടുത്തൊക്കെ വീടാന്നേലേ. ഒത്തിരി ഒന്നും കൊടുക്കാനില്ലെങ്കിൽ ഒരു പാത്രം, ഒരു ഡെവറായിക്കകത്ത്, പഴയ ഭാഷ ഡെവറ. നിങ്ങൾ അങ്ങനെ ഇവിടെ വല്ലതും പറ, ഡെവറ എന്ന് വല്ല കേട്ടിട്ടുണ്ടോ? എന്നിട്ടൊന്ന് കേൾക്കാത്ത ഭാഗത്ത് ഇരുന്നത് ഡെവറ. ഒത്തിരി ഒന്നും കൊടുക്കാൻ കാണത്തില്ല, അതിനകത്ത് ഇച്ചിരി ഭക്ഷണം എടുത്ത് ആ പ്രായമുള്ള അമ്മയ്ക്ക് കൊച്ചിനെ കൊണ്ട് കൊടുക്കണം. കുഞ്ഞുങ്ങളല്ലേ, പ്രായമുള്ളവരല്ലേ, ഒത്തിരി ഒന്നും കാണത്തില്ല. നല്ല മനസാക്ഷി വേണ്ടേ? സ്തോത്രം. ഇന്നലെ ഞാൻ പറഞ്ഞു, റോഡ് ക്രോസ് ചെയ്യാനൊരു അമ്മ നിൽക്കുക. എത്ര ധൃതിയാന്നേലും കാണുകയാണെങ്കിൽ ഇറങ്ങി ചെന്നല്ലേ നടന്നു ചെന്ന കൈക്ക് പിടിച്ചപ്പറേ മനസാക്ഷി വേണ്ടേ? നല്ലൊരു മനസാക്ഷി വേണ്ടേ? നല്ല മനസാക്ഷിയോടെ പ്രാർത്ഥിക്കണ്ടേ? എന്നാണോ നിങ്ങളെല്ലാം? ഞാനിപ്പോ അങ്ങ് പോയേക്കാം, ഞാൻ അധികം പറ്റാന്നെങ്കിൽ. അപ്പൊ ഇവര് അകന്നു പോകാൻ കാരണം 2 കാര്യത്താലാ. ഒന്ന്, ശുദ്ധ ഹൃദയമില്ല. 2, ദുർമനസാക്ഷി. ഈ 2 കാരണത്താൽ അകന്നു പോയവരെ
പറയ അടുത്തു വാ. 3 കാര്യങ്ങൾ കാട്ടിച്ചേച്ചാ വിളിക്കുന്നത്. 1, ഒരു പുത്തൻ വഴി ഒരുക്കിയിട്ടുണ്ട്, അടുത്തു വാ. 2, അവിടുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുണ്ട്, അടുത്തു വാ. 3, അവിടുത്തെ പരിശുദ്ധ രക്തം വ്യാപരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവര് അടുത്തോട്ട് വരാൻ പറഞ്ഞു. അപ്പൊ അടുത്തോട്ട് വരുമ്പോൾ അതുകൂടെ പറഞ്ഞ് നിർത്താം, അന്നേരം 10 മണിയാകും. അടുത്തോട്ട് വരാൻ പറയുമ്പോൾ വെറുതെ ഓടി അടുത്ത് വരരുത്, ശുദ്ധീകരണത്തോടെ വേണം അടുത്ത് വരാൻ. എന്തോ ശുദ്ധീകരണം? ആ കണ്ണികക്കകത്ത് 2 വിധത്തിൽ ശുദ്ധീകരണം. അതിങ്ങനെ ചിന്തിക്കാം. 1, ബാഹ്യ ശുദ്ധീകരണവും 2, ആന്തരിക ശുദ്ധീകരണവും. ഈ 2 വിധത്തിലെ ശുദ്ധീകരണം നടക്കണം. ഏതാ? ബാഹ്യ ശുദ്ധീകരണവും ആന്തരിക ശുദ്ധീകരണവും. ആന്തരിക ശുദ്ധീകരണം നടക്കുന്നതിനെ പറ്റിയ ആ കണ്ണിക്ക് അതുകൊണ്ട് അവൻ ഹൃദയങ്ങളിൽ തളിക്കണം. അങ്ങനൊരു പദം ഉണ്ടല്ലോ പാസ്റ്ററെ, വായിച്ച്. ഹൃദയങ്ങളിൽ തളിക്കണം. നാം ദുർമനസാക്ഷി നീകുമാർ ഹൃദയങ്ങളിൽ തളിക്കപ്പെടണം. അപ്പോൾ ഹൃദയം പുറത്തല്ലല്ലോ, ഹൃദയം അകത്തല്ലേ. അതാ ഞാൻ പറഞ്ഞ ആന്തരിക ശുദ്ധീകരണം. ഹൃദയങ്ങളിൽ തളിക്കണം. ഇത്രയും വലിപ്പം ഉള്ളെന്നൊക്കെ ആ സയൻസ് പറയുന്നത്. മോളെ എന്തോ പഠിക്കുന്നത്? നേഴ്സിംഗ് പഠിക്കുന്ന ആരുമില്ല. അതിനത്ര കൊള്ളുകയല്ലാത്താന്ന് പറയാൻ. പഠിച്ചു കഴിഞ്ഞോ? പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? പഠിച്ചെല്ലാം കഴിഞ്ഞു. ജോലിയുണ്ടോ? എവിടാ? ഇപ്പൊ എന്നെ പോകുന്നില്ലേ? എന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ, വഴി തുറക്കട്ടെ. ദൈവത്തിന് അല്ല, കാര്യങ്ങൾ അറിയണ്ടേ, എന്നെ ചോദിക്കും. ദൈവം വഴി തുറക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഇങ്ങോട്ട് നോക്കിയേ, എനിക്ക് സയൻസ് ഒന്നും അറിയാൻ പറ്റില്ല, പറഞ്ഞുള്ള അറിവാ. ഇത്രയും വലിപ്പം ഉള്ളെന്നാ പറയുന്നത്. ആണോ? അതൊരു ചെമ്പുകലത്തിന് ഇത്ര ഉണ്ടോ? പറ, ഉറക്കെ അങ്ങ് പറ. ഇത്ര ഉള്ളു. പഠിച്ചവര് പറഞ്ഞ 4 അറയുണ്ടെന്നാ. ആണോ? പിന്നെ ഞാൻ ഒരിക്കലും വായിച്ചപ്പോ മനസ്സിലായി, നല്ല ആരോഗ്യവാനായ ദൃഢഗാത്രനായ, അത്ര നല്ല ആരോഗ്യമുള്ളൊരു മനുഷ്യന്റെ ഹൃദയത്തിന് കൂടി വന്നാൽ 650-750 ഗ്രാം തൂക്കം, 1 കിലോ ഇല്ല. നിന്റെ ഇരിപ്പ് കണ്ട ഒരു 4 കിലോ ഹൃദയവുമായിട്ടാ നീ. എന്റെ നോട്ടോ ഇരിപ്പം കണ്ടോ? എന്റെ ഹൃദയത്തിന് 5 കിലോ ഉണ്ട്. അങ്ങനല്ലേ മോളെ? അപ്പൊ ഇത്ര വലിപ്പമുള്ള 4 അറയുണ്ട്, 650-750 ഗ്രാം തൂക്കം ഉള്ളെങ്കിലും എന്തെല്ലാം കുരുക്ക ഇതിനകത്തിരിക്കുന്നറിയാമോ? ദുശ്ചിന്ത, പാക, പറ, പിണക്കം, ഓർക്ക പറ. അല്ലേലിയാക്ക പിന്നെ പറയാ, മുട്ട് നിൽക്കുക. അല്ലേലിയ പറയാഞ്ഞിട്ട് ചോദിച്ചതിന് സമാധാനം പറ. മുട്ട് നിൽക്കുക, അല്ലേലിയ പറയാൻ. ഇതിനകത്തെ ദുശ്ചിന്തയും പകയും പിണക്കവും കോപവും ക്രോധവും ഈർഷ്യയും ധർമ്മപക്ഷവും ഭിന്നതയും അസൂയ ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കുക. ഇതെല്ലാം വെച്ചോണ്ടാണ് നമ്മൾ ഗ്ലോറി, വിക്ടറി, കാൽവറി, ജീസസ്, വിക്ടറി, നെയിം ഓഫ് ജീസസ്. ഇതിനകത്ത് നഗര കുരുക്കും. ഇത് ക്ലിയർ ആകണം. അത് ക്ലിയർ ആകണമെങ്കിൽ രക്തം തളിക്കണം, ഹൃദയങ്ങൾ തളിക്കണം. ഇവിടുത്തെ ഒരു ഭൗതിക വസ്തു കൊണ്ട് ആരുടെയും ഹൃദയം ശുദ്ധീകരിക്കാനൊക്കത്തില്ല. ഒരു മെറ്റീരിയലായ ഒരു വസ്തുത കൊണ്ടും ഒരു മനുഷ്യന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കാനൊക്കത്തില്ല. ഹൃദയം ശുദ്ധീകരിക്കപ്പെടുന്നത് അവിടുത്തെ പരിശുദ്ധ രക്തത്താലാണ്. അപ്പൊ അത് ആന്തരിക ശുദ്ധീകരണം വിവരിക്കുന്നില്ല. 2 വിധത്തിലെ ശുദ്ധീകരണമാ. 1 ആന്തരിക ശുദ്ധീകരണം, അതാ ഹൃദയം. 2 ബാഹ്യ ശുദ്ധീകരണം, അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ശുദ്ധവെള്ളത്താൽ, വായിച്ചേ. ശുദ്ധവെള്ളത്താൽ ഹൃദയം, നാം ദുർമനസാക്ഷി ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവർ ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി. ശരീരം കഴുകണം ശുദ്ധവെള്ളത്താൽ. ശ്രദ്ധിച്ചേ. അപ്പോൾ 2 വിധത്തിലെ ശുദ്ധീകരണം. 1 ആന്തരിക ശുദ്ധീകരണം, അത് യേശുവിന്റെ രക്തത്താൽ. ആർക്കും ആരുടെയും ഹൃദയത്തിൽ കയറി ശുദ്ധീകരിക്കാനൊക്കത്തില്ല. ഹൃദയത്തിനകത്തിരിക്കുന്ന കണ്ടുപിടിക്കാനും ഒക്കുകയല്ല. അടുത്തിരിക്കുന്ന അമ്മാമ്മയുടെ ഹൃദയത്തിൽ അടുത്തിരിക്കുന്ന അമ്മാമ്മ മനസ്സിലാക്കാൻ 2 പേരും ഇങ്ങനെ അടുത്തടുത്ത് ഇരിക്കത്തില്ല. ഈ കഥാരെടുത്ത തള്ളയുടെ തലയടിച്ച് അത്ര സാധനം ചിന്തിച്ചോണ്ട് അടുത്ത് ഇരിക്കുന്നത്.
സെക്രട്ടറിയും ട്രഷറും അടുത്തടുത്തായിരിക്കുന്നത്, ആ സൈഡിലെ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഹൃദയത്തിരിക്കുന്ന കണ്ടുപിടിക്കാനൊക്കുന്നെങ്കിൽ ആംബുലൻസ് സഹിതം നമ്മുടെ ഹോളിന്റെ വാതൊക്കെ വരും. അതുപോലത്തെ ചിന്തിച്ചായിരിക്കുന്നത്. ഇത് ആർക്കും കണ്ടുപിടിക്കാനും ഒക്കത്തില്ല, ആരെ കൊണ്ട് പരിഹരിക്കാനും ശുദ്ധീകരിക്കാനും ഒക്കത്തില്ല. പിന്നെ അത് ശുദ്ധീകരിക്കുന്നത് സർവജ്ഞനായ യേശുവിന്റെ രക്തത്താലാണ്. അതാണ് ആന്തരിക ശുദ്ധീകരണം. രണ്ട് ബാഹ്യ ശുദ്ധീകരണം. അതാണ് ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെടണം. ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകണം. അവിടെ അത് ബാഹ്യ ശുദ്ധീകരണം. ഈ ശുദ്ധവെള്ളം എന്നുള്ള പ്രയോഗം അത് മിനറൽ വാട്ടറിന്റെ കാര്യമല്ല. അല്ല, മിനറൽ വാട്ടർ കൊണ്ട് മാത്രം കുളിക്കുന്ന ആളുണ്ടായിരുന്നു. ഇപ്പൊ കുളിയില്ല. ആരാന്ന് പിടികിട്ടിയോ? അതാ സ്തോത്രം. പേപ്പർ വായിച്ചതല്ലേ പുള്ളി മിനറൽ വാട്ടർ കൊണ്ട് ഞാൻ പേപ്പർ വായിച്ചല്ല, പുള്ളിയുടെ പുറകെ കടന്ന് കണ്ടാണ് ഞാൻ പേപ്പർ കണ്ടത്. പക്ഷെ ഇപ്പോൾ അത് നടക്കുന്നില്ല. അത് വേറൊരു വിഷയം. അപ്പൊ ഇവിടെ ശുദ്ധവെള്ളം എന്ന് ഉദ്ദേശിച്ചത് വിലക്ക് മേടിക്കുന്ന മിനറൽ വാട്ടറിന്റെ കാര്യമല്ല. അവിടെ ശുദ്ധവെള്ളം എന്ന് കൊടുത്തിരിക്കുന്നത് ദൈവത്തിന്റെ വചനം, നിർമ്മല വചനം. അത് തെളിയിക്കണമെങ്കിൽ നമ്മളെല്ലാരും പാടുന്ന ഒരു പഴയ പാട്ട് പാടുമ്പോൾ അത് തെളിയും. നമ്മളെല്ലാം പാടുകല്ലേ, പോഷിപ്പിക്ക പത്യപാറ്റേ നമ്മ ക്ഷീരത്താലെന്നെ പോഷിപ്പിക്ക പത്യവാനേ നമ്മ ക്ഷീരത്താലെന്നെ നിർമ്മല തോയം നിത്യം കുടിപ്പിച്ച് നിർമ്മല തോയം നിത്യം കൂടി. അപ്പൊ ശ്രദ്ധിച്ചേ, പാട്ടുകാരൻ കൊടുത്ത നിർമ്മല തോയം. തോയം യോ സ്കൂളിൽ പഠിച്ചല്ലോ. സലിലം, ജലം, തോയം, ഇതൊക്കെ വെള്ളത്തിന്റെ പര്യായങ്ങളായിട്ട് പഠിച്ചതല്ലേ. അപ്പൊ നിർമ്മല തോയം, തോയം വെള്ളം, നിർമ്മല തോയം എന്ന് പറഞ്ഞാൽ ശുദ്ധ വെള്ളം. അതാ അവിടെ കൊടുക്കുന്നത്. ശുദ്ധ വെള്ളത്താൽ ശരീരം കഴുകണം എന്ന് പറഞ്ഞാൽ മായമില്ലാത്ത ദൈവത്തിന്റെ വചനത്താൽ ഭാഗ്യശുദ്ധീകരണം നടക്കണം എന്ന് പറഞ്ഞാൽ ഉപദേശമാരെ ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കുക. പ്രസംഗിക്കുമ്പോ ഉപദേശം പറയുമ്പോ തീർത്ത് പറയണം. നീ സോപ്പിട്ട് ഇതിനകത്ത് മായ ഒന്നും ചേർത്ത്. ബ്ലേഡുകാരൻ കാണും സഭയിൽ, ബ്ലേഡ് പാപ്പി. അന്നേരം അവനെ വെച്ച് 15-ാം സങ്കീർത്തവിടെ നല്ല പെരുക്കണം. ഒന്നെങ്കിൽ അവൻ സഭ വിട്ടു പോകണം, ഇല്ലേ ബ്ലേഡ് അന്ന് മായ ഒന്നും ചേർക്കരുത്. സ്തോത്രം, സ്തോത്രം. മാതാപിതാക്കൾക്ക് വെള്ളം കൊടുക്കാത്ത ചിന്നമ്മ, അന്നമ്മ, മേരിയും ചിന്നയും ഒക്കെ കാണും. തങ്കച്ചനും ബാബുവും ഒക്കെ കാണും സഭയ്ക്ക്. അന്നേരോ എഫേസ്യ ലേഖനം 6:1 എടുക്കണം. എഴുത്തിവനെ ശരിയാക്കണം. മായ ഒന്നും പറ ചേർക്കരുത്. നിനക്ക് നന്മയുണ്ടാകണം, നീ ഭൂമിയിൽ ദീർഘായുസ്സോടിപ്പാൻ നിന്റെ അപ്പനെ അമ്മേ അല്ല അപ്പനെ അനാഥ മന്ദിരത്തിൽ അഗതി മന്ദിരത്തിൽ കൊണ്ട് മുണ്ടകപ്പാടത്തല്ല അപ്പം കിടക്കേണ്ടത്. മനസ്സിലായോ? അപ്പനും അമ്മയും മുണ്ടകപ്പാടത്ത് അവിടെ അല്ലെന്ന് കിടക്കേണ്ടത്. അപ്പൊ അവന് നല്ല ശരിക്കും മായമില്ലാത്ത വചനം കൊടുക്കണം. സ്തോത്രം, സ്തോത്രം. പെന്തിക്കോസ് ഉപദേശവും കൂടെ ആയി പറയുന്നതേ. ആഭരണമെല്ലാം ഇട്ടുകൊണ്ട് വരുന്നവർ കാണും. അവർക്ക് മായ ഒന്നും ചേർത്ത് കൊടുക്കരുത്, അവരെ സ്നാനപ്പെടുത്തുകയും ചെയ്യരുത്. എന്നാ സ്തോത്രം. തിരുമേശം കൊടുക്കണ്ട. അല്ല, നീ ഈ മാർഗത്തിൽ നിന്ന് മാറണം. രണ്ടിലൊന്നറിയണം. ഇതിനകത്ത് മായ ഒന്നും ചേർക്കരുത്. സ്വന്തം സഹോദരനോട് മിണ്ടാത്തവർ കാണും. സ്വന്തം സഹോദരനോട് അവനോട് പറയണം, നീ പോയി നിരപ്പാകാൻ പറയണം. നിന്റെ അനിയനല്ലേ, ചേട്ടനല്ലേ, നീ അവനോട് പോയി നിരപ്പയച്ച് കർത്തൃമേശ എടുത്താൽ മതി. നീ എന്തിനാ സ്വന്തം അനിയനോട് മിണ്ടുകയല്ലോ, സ്വന്തം ചേട്ടനോട് മിണ്ടുകയല്ലോ, സ്വന്തം ചേട്ടത്തിയോട് അനിയത്തിയോട് നീ മിണ്ടുകയല്ലോ. നീ തിരുമേശ എടുക്കരുത്, നിനക്കുള്ളതല്ലിത്. നിനക്ക് വേണേ എൻ്റെ കൊല്ലം പോയി ബണ്ണ് മേടിച്ചു ഒന്ന് വീട്ടിൽ പൊക്കോണം. 1:30 ആകുമ്പോൾ 3 ബണ്ണ് മേടിച്ചു, അവിടെ മുതൽ തിന്ന് വീട്ടിൽ പൊക്കോണം. ഒന്ന് അവനും കൊടുത്തേക്കണം. അവനാണല്ലോ, അവനും കൊടുത്തേക്കണം ഒരു ബണ്ണ് തിന്നിടാന്ന് പറയണം. നീ തിരുമേശ എടുക്കരുത് വന്ന്, അത് നിനക്കുള്ളതല്ല. 1 കിലോ മുന്തിരിങ്ങ മേടിച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് ഞെരടി വെച്ച് 2 പേരുടെ വയ്യോളം കുടിച്ചോണം. ഇതിൽ നിന്ന് വന്നെടുക്കരുത്.
ഇത് അപ്പനോടും അമ്മയോടും മിണ്ടാത്തവൻ്റെ ഇല്ല തിരുമേശ കൊടുത്തു വിടുന്നത്. അവന്റെ അന്നേരത്തെ പക്വതി കാണും. ചുമ്മാ ഇതിനകത്തൊന്നും മായം ചേർക്കരുതെന്നായി പറഞ്ഞത്. ഞാൻ ഉദാഹരണം, എനിക്ക് ഇന്നങ്ങ് വെളുക്കോളം പ്രസംഗിച്ചാൽ കൊള്ളാന്നാണ്. ഞാൻ പിന്നെ അങ്ങ് അടങ്ങുക. സ്തോത്രം. ഇനി എന്നെ മേലി വിളിക്കുകയില്ല, ഇവർ വിളിപ്പിക്കത്തുമില്ല. ഇന്നുകൊണ്ട് ആദ്യത്തെ അവസാനത്തെ മരവാ കൊല്ലാട്ട്. സ്തോത്രം. എങ്ങനെയാണെങ്കിലും കൊള്ളാം, എല്ലാവരും നിത്യതയിലെത്തണം. ഒരു കുഞ്ഞുങ്ങൾ നശിക്കരുത്. സഹോദരങ്ങളോ മിണ്ടാത്തതൊക്കെ ഇന്ന് രാത്രി നിരപ്പായിക്കോണം. അപ്പനെ അമ്മയെ അന്വേഷിക്കാത്തതിനകത്ത് ഗ്ലോറി വിറ്ററി കാലം ഈ പടലിയൊന്നും വെട്ടിക്കരുത്, മര്യാദയ്ക്ക് ഇരുന്നോണം. മേരി കാണുന്ന ഉപദേശിമാരെ അവൻ കിടന്ന് ഇന്നോ മര്യാദയ്ക്ക് ഇരുന്നോണം അവിടെ. മാതാപിതാക്കളെ അന്വേഷിക്കാത്ത, സഹോദരങ്ങളോട് മിണ്ടാത്തവരും അയലത്തുകാരോട് മിണ്ടാത്തവരും വഴക്കും പുക്ക ഒരെണ്ണം വേണ്ടി പോരുത്. ഞാൻ പാടിക്കോളാം, എനിക്ക് പാട്ടൊക്കെ അറിയാം, ഇതിന്റെ കോളൊന്നും വേണ്ട. പാടാൻ വേണ്ടി തന്നെ ഇവര് സൂപ്പാസ്റ്റർ ഞാൻ കൊണ്ടുവന്നത്, കൊട്ടാനായിട്ട് ഇവരെയും കൊണ്ടുവന്നത്. ഇനി ഉണ്ടായിരുന്നാണ്. പക്ഷേ ക്രമീകരണം ഉള്ളവർ ദൈവത്തെ നൃത്തം ചെയ്ത് ആരാധിച്ചോണം. ഈ പറഞ്ഞ വ്യവസ്ഥ പ്രകാരം നിൽക്കുന്നവർ ഇന്ന് രാത്രി നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്ത് മായമൊന്നും ചേർക്കരുത്. ദൈവത്തിന് മഹത്വം. രണ്ട് ശുദ്ധീകരണം, ഒന്ന് ആന്തരിക ശുദ്ധീകരണം, രണ്ട് ബാഹ്യ ശുദ്ധീകരണം. അകത്ത് ശുദ്ധീകരണം ക്ലിയർ ആണെന്നേ പുറത്തും അറിയാം. മനസ്സിലായോ? അകത്തെ ശുദ്ധീകരണം ക്ലിയർ ആയിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അത് പുറത്തും അറിയാം. ഞാൻ പറയാറുണ്ട്, അകത്ത് പഴുപ്പടിക്കും തോറും പുറത്തറിയാം. ഇല്ലേ? പണ്ടൊക്കെ വാഴക്കൊല പഠിപ്പിക്കുന്നത് എങ്ങനെയാ? കുഴിയെടുത്തേച്ച് അതിനകത്ത് ഈ കല്യാണത്തിനൊക്കെ 5 8 10 കൊല വാഴക്കൊല കുഴിക്കകത്തോട്ട് ഇറക്കി വെച്ച് അതിന്റെ മേളിൽ പലകയോ എന്തെങ്കിലും പാകി മണ്ണുമൊക്കെ ഇട്ട് ചപ്പുമൊക്കെ ഇട്ടേച്ച് ഒന്നിട്ട് കിടുത്തിട്ട് പുകയ്ക്കും. ഇടയ്ക്കിടയ്ക്ക് ചില പിള്ളേരി ഒന്ന് നോക്കും. അവൻ നോക്കുമ്പോ അറിയാം ഇത് പഴുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. എങ്ങനെ അറിയാം? പഴത്തിനകത്ത് പഴുപ്പ് കയറും തോറും പുറത്തറിയാം. ചെമ്പഴം കൊണ്ടതറിയാം, വാഴുന്നതറിയാം, നല്ല പഴം അറിയാം, പഴുത്തതറിയാം എന്ന് പറഞ്ഞ് അകത്തോട്ട് പ്രമാണം കയറുമ്പോൾ പുറത്തറിയാം. അകത്തോട്ട് ഈ പ്രമാണം അങ്ങോട്ട് അകത്തോട്ട് കയറണം. ഈ അകത്തോട്ട് പ്രമാണം കയറണമെങ്കിൽ ഉപദേശിമാര് സോപ്പ് ഇട്ട് പ്രസംഗിക്കരുതെന്നായി പറഞ്ഞത്. നിന്റെ സോപ്പ് പരിപാടി നിർത്തി ഇപ്പൊ ചുമ്മാ ഇരിക്കുന്നതിന് അങ്ങ് പാസ്റ്റർ ആകുക. വെറുതെ രാത്രി അവൻ കിടന്നപ്പോ ഒരു കുഴപ്പമില്ല, രാവിലെ ഭൂതികളൊക്കെ ഉണ്ടായി. ഒരു വെള്ള ഷർട്ട് വിട്ട് ഒരു ബൈബിൾ പാട്ട്. എന്നാരാ? നമ്മുടെ പാസ്റ്റർ. ഇന്നലെ അവൻ ആ പാറക്കലിക്ക് ഇരിക്കുന്ന കണ്ടല്ലോ. രാത്രി ദൈവം വിളിച്ചു. എങ്ങനെ? പെട്ടെന്ന് കണ്ട്. എടാ കാറ് പോയതാ. അല്ല, ദൈവം നിന്നെ വിളിച്ചാണ്. ഒന്നേ കണ്ടോളന്ന് കാറങ്ങ് ഓടിപ്പോയി പൂന്തിരത്തിന്. പെട്ടെന്ന് കണ്ടാന്ന്. അകത്ത് പ്രമാണം കയറണമെങ്കിൽ പ്രമാണം ശരിക്ക് പറഞ്ഞു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ പ്രമാണം അകത്തോട്ട് കയറുമ്പോൾ പുറത്തറിയാം പെന്തിക്കോസ്. സ്തോത്രം. ഇന്ന് രാത്രി എല്ലാവരും അടുത്ത് വരണം. രണ്ട് കാര്യങ്ങളാൽ അകന്നു. ഏതാ? ദുർമനസാക്ഷിയും ശുദ്ധഹൃദയവും ഇല്ല. അകന്നു പോയവരോട് പറഞ്ഞ് പതറണ്ട. ഇന്ന് രാത്രി അടുത്ത് പോകാൻ പറ്റിയ 3 കാര്യം ചൂണ്ടിക്കാണിച്ചു. ഒന്ന്, വേഗമെന്ന തിരശ്ശീല ക്രിസ്തു ചിന്തി ഒരു പുത്തൻ വഴി ഒരുക്കി. അതുകൊണ്ട് ഇന്ന് രാത്രി അടുത്ത് വാ. 2, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്, അടുത്ത് വാ. 3, സകല പാപങ്ങളും പരിഹരിക്കുന്ന അവിടുത്തെ പുണ്യാക രക്തമുണ്ട്, ഇന്ന് രാത്രി അടുത്ത് വാ. അടുത്ത് വരുമ്പോൾ 2 വിധത്തിലെ ശുദ്ധീകരണം. 1 ആന്തരിക ശുദ്ധീകരണം, 2 ബാഹ്യ ശുദ്ധീകരണം. ശുദ്ധീകരണത്തോട് ഇന്ന് രാത്രി അടുത്ത് ചെല്ലണം. എന്തിനാ ഇതൊക്കെ പറഞ്ഞത്? യേശു വരാറായി. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാര് ചേർപ്പാൻ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടാൻ പോവുകയാണ്. അവിടുന്ന് പ്രത്യക്ഷപ്പെടും നമ്മുടെ സകല ദുരിതങ്ങളും മങ്കപ്പാടുകളും മാറും. ഈ താഴ്ചകളുള്ള ശരീരം മഹത്വമുള്ള ശരീരത്തോട് അനുഭവപ്പെടാൻ പോകുക. അവൻ താൻ ഇരിക്കുമ്പോൾ അവൻ തന്നെ കാണുന്നവരാകൊണ്ട് നമ്മൾ അവനോട് സദൃശന്മാരാൻ പോകാൻ പോകുക. ഈ പ്രത്യാശയാണ് ഭാഗ്യകരമായ പ്രത്യാശ. ഇത് ജീവനുള്ള പ്രത്യാശ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക്. എല്ലാവരും ഇന്ന് രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഒരു പഴയ പാട്ടിന്റെ 2 ചരണങ്ങൾ കൈകളടിച്ച് പാടി ഇന്ന് രാത്രി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അതിന് മുമ്പായിട്ട് ഒറ്റവാക്കി പ്രാർത്ഥിക്കരുത്.
ചിലപ്പം വീട്ടിലോ വഴിയിലോ ദൂരെയോ ശബ്ദപരിധിയിൽ നിന്നായിരിക്കും മതി ഇത്രയും പ്രാർത്ഥിക്കുക. എൻ്റെ യേശുവേ, ഞാനൊരു പാപിയാ, ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണം, എൻ്റെ പാപം മോചിക്കണം, എൻ്റെ ഉള്ളത്തിലേക്ക് എഴുന്നള്ളി വരണം, അവിടുത്തെ പൈതലാക്കി എന്നെ തീർക്കണം. ആമേൻ. ഇന്ന് രാത്രി എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെ യേശു രക്ഷിച്ചു. ആ ഭാഗ്യപദവി അനുഭവിക്കുവാൻ ഏവർക്കും ദൈവം കൃപ നൽകട്ടെ. ആ പഴയ പാട്ടിന്റെ കൃത്യം 10 ഞാൻ നിർത്തി. ആ പഴയ പാട്ടിന്റെ 2 ചരണങ്ങൾ നമുക്ക് കൈയടിച്ച് പാടി ഇന്ന് രാത്രി അങ്ങ് പിരിയാം. ഒരു പഴയ പാട്ടാ. വരുമേ തിരുവായി മോചിഞ്ഞവൻ അരുളിയപ്പോൾ വചനം നിറവേറ്റാൻ വന്നു സഭയെ ചേർക്കുവാൻ വേഗം മഹിമയിലെടുപ്പാൻ കൊണ്ടുവരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ കൈയടിച്ച് പോയി ചേർത്ത് പന്തിയിലിരുത്താൻ കൊണ്ടുവരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ കൊണ്ടുവരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ സ്വർഗീയ നാടനുടാനാ എന്റെ വീട്ടിലെന്നെത്താ സ്വർഗീയ നാടനുടാനാ എന്റെ വീട്ടിലെന്നെത്താ ഓ നവയറുജലമായി മനിറഞ്ഞു ഇറങ്ങി വരുന്ന സമയമോ ഓ നവയറുജലമായി മനിറഞ്ഞു ഇറങ്ങി വരുന്ന സമയമോർക്കുമ്പോൾ സ്നേഹം വർദ്ധിച്ചിടുന്നേ പ്രത്യാശയേറി വരുന്നേ സ്നേഹം വർദ്ധിച്ചിടും കൈയടിച്ച് പ്രത്യാശയേറി വരുന്നേ വരുമേ തിരുവായി മടിഞ്ഞവൻ അരുളിയ വചനം നിറവേറ്റാൻ വന്ന് സഭാൻ കൊണ്ടുവരുന്നു ശാലയിൽ പോയി കൊണ്ടുവരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താം ഇളകുന്നേ രാജ്യം തെറ്റിവിറങ്ങുന്നേ ലോകമായ ഇളകുന്നേ രാജ്യം തെറ്റിവിറങ്ങുന്നേ വിശുദ്ധ ജനങ്ങൾ തോടിനേരം തന്നിൽ ഉയർന്നു മണ്ണിൽ ഉയരപ്പോ വിശുദ്ധ ജനങ്ങൾ തോടിനേരം തന്നിൽ ഉയർന്നു മണ്ണിൽ ഉയരപ്പോ ഓർത്തു ധ്യാനിക്കും തോറും എന്നാശയേറി വരുന്നേ ഓർത്തു ധ്യാനിക്കും തോറും എന്നാശയേറി വരുന്നേ വരുമേ തിരുവായി മടിഞ്ഞവൻ അരുളിയപ്പോൾ വചനം നിറവേറ്റാൻ വന്നു സഭയെ ചേർക്കുവാൻ വേഗം മഹിമയിലെടുക്കാൻ കൊണ്ടുവരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ കൊണ്ടുവരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ ആ കാന്താവരവു കാത്തു കാത്തു ഞങ്ങളെ തലവാത്തിടണം കാന്താവരവു കാത്തു കാത്തു ഞങ്ങളെ തലവാത്തിടണം ഓ എത്രയോ കാലമായി നോക്കി നോക്കി പാരിൽ മാത്രയും മാറാതെ കാത്തു എത്രയോ കാലമായി നോക്കി നോക്കി പാരിൽ മാത്രയും മാറാതെ കാത്തു നിന്നിടുന്നു എന്നു നീ വന്നു കണ്ടിടും പൊന്മുഖ ഒന്ന് ചുംബിക്കുവാൻ എന്നു നീ പൊന്മുഖ ഒന്ന് ചുംബിക്കുവാൻ വരുമേ തിരുവായി മടിഞ്ഞവൻ അരുളിയപ്പോൾ വചനം നിറവേറ്റാൻ വന്നു സഭയെ ചേർക്കുവാൻ വേഗം മഹിമയിലെടുപ്പാൻ കൊണ്ടുവരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ കൊണ്ടുവരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ ഓ കൊണ്ടുവരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ 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 കൊണ്ടുവരുന്നു ശാലയിൽ പോയി കൊണ്ടുവരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ കൊണ്ടുവരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ കൊണ്ടുവരുന്നു ജനമേ യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമകൻ നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമകൻ നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. കർത്താവിന്റെ വരവിനായിട്ടൊരുങ്ങാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഓൺലൈനിലുള്ള ദൈവമക്കളോടും ഇവിടെയുള്ള ദൈവമക്കളോടും പറയുന്നു, എനിക്ക് വേണ്ടിയും ശുശ്രൂഷയ്ക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ വലിയ കൃപ പകരുന്നത് കൊണ്ടും അനേക ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ടാണ് ഇന്ന് വരെ നിൽക്കുന്നത്. ഇനി ഒരു ചോടെങ്കിലും മുമ്പോട്ട് വേണമെങ്കിൽ ദൈവമക്കളുടെ പ്രാർത്ഥന ആവശ്യമാണ്. അപേക്ഷിക്കുന്നു. ഈ സഭയെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി.
കർത്താവിന്റെ വരവിനായിട്ടിരുന്നു.